ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കറങ്ങാൻ പോവുകയാണ് രാത്രി. ഇന്ന് 3:45 കണ്ട ട്രെയിൻ. അതിന് മുന്നേ എല്ലാം കണ്ടിട്ട് കറങ്ങി വരാനാണ് പ്ലാൻ. ഈ വീഡിയോ കണ്ട ബാക്കി. നമസ്കാരം. 2025 മഹാകുംഭമേളയുടെ ഒരു ചിത്രീകരണമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇത്ര ദൂരെ പ്രയാഗ്രാജിൽ 144 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന ഈ ഒരു മഹാകുംഭമേള നേരിൽ വന്ന് കാണാനും അനുഭവിക്കാനും സാധിക്കാത്ത എല്ലാവർക്കുമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നു. ഞാൻ ഈ കുംഭമേളയിൽ വളരെ അവിചാരിതമായിട്ട് ഒട്ടും തന്നെ മുൻകൂട്ടി ഈ ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് പോരാൻ ഉള്ള അവസരം കിട്ടി. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ വളരെ മുന്നേ തന്നെ ഇതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അപ്പോൾ പോകുന്നതിൻ്റെ തലേ ദിവസം തത്കാൽ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൂടി പോയാലോ എന്നൊരു ആലോചനയിൽ എടുത്ത് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പ്രീമിയം തത്കാൽ ടിക്കറ്റ്സിലെടുത്ത് ഇങ്ങോട്ടുള്ള വരാനുള്ള ക്രമീകരണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒറ്റ ദിവസം കൊണ്ടുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങളെത്തിയ ഒരു യാത്രയായിരുന്നു കുംഭമേള. എന്തോ മുൻജന്മ പുണ്യം ഇവിടെ എത്താനും ഇതെല്ലാം കാണാനുമുള്ള മഹാഭാഗ്യം ഉണ്ടായി. ഒരുപാട് കാര്യങ്ങൾ കേട്ടും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടും ഒരുപാട് ഭയം എല്ലാം ഉണ്ടായിരുന്നു. തിരക്കുകളെക്കുറിച്ചും. കുഞ്ഞു കുട്ടിയുണ്ട് എനിക്ക്, ചെറിയ കുട്ടി, 5 വയസ്സായൊരു കുട്ടി ഉണ്ടായിരുന്നു. മകൻ 14 വയസ്സായി. ഇവരും ഭർത്താവിനും അച്ഛനുമൊപ്പമാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. കുട്ടികളെ കൊണ്ട് പോകുന്നതിനെക്കുറിച്ചും ഒരുപാട് പേര് ഒരുപാട് ഉപദേശങ്ങളെല്ലാം തന്നിരുന്നു. വളരെ തിരക്കാണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് കൂടുതൽ മറ്റാരോടും സംസാരിക്കാതെ പെട്ടെന്ന് പോരുക തന്നെ ഉണ്ടായത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഉള്ള എൻ്റെ ഒരു അനുഭവം തീർത്തും അവിസ്മരണീയമാണ്. മാനസികമായും ശാരീരികമായിട്ടും ഒരുപാട് സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞ പോലെയും പേടിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗ്യമായിരിക്കാം. വളരെ തിരക്ക് കുറഞ്ഞൊരു സമയത്താണ് ഞങ്ങൾ കുംഭമേളയിൽ എത്തിയത്. ജാനുവരി 20-ാം തീയതിയായിരുന്നു. രാത്രി 10 മണിക്കാണ് ഞങ്ങൾ കുംഭമേളയിൽ എത്തിയത്. അവിടുന്ന് പ്രയാഗ്രാജ് ചിയോഗി സ്റ്റേഷൻ വരെ ട്രെയിൻ എത്തിയുള്ളൂ. അവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ വിളിക്കുകയാണ് ചെയ്തത്. ട്രെയിനിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന 9 പേരോളം ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഞങ്ങൾ അവിടെ ആത്മാ ഫൗണ്ടേഷൻ സ്വാമിജിയുടെ മണിസ്വാമി, മലയാളിയായ ഒരു മണിസ്വാമി, അദ്ദേഹത്തിൻ്റെ ഒരു ശിബിരം നമുക്കായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വളരെയധികം സമയം സ്വാമിജിയുടെ കൂടെ ഋഷികേശിലുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ സ്വാമിജി നമുക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ടർ 10-ലായിരുന്നു സ്വാമിയുടെ ആശ്രമം. വളരെ തിരക്ക് ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ചുറ്റും തന്നെ. നമ്മൾ രാത്രി 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും അവിടുന്ന് 11:30 നമുക്ക് സ്വാമിയുടെ ആശ്രമത്തിലേക്ക് എത്താനായിട്ട് ഓട്ടോറിക്ഷ നമുക്ക് അവിടം വരെ കിട്ടി. മുന്നേ എല്ലാവരും നടക്കണം, റെയിൽവേ സ്റ്റേഷൻ മുതൽ നടക്കണമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ഭാഗ്യം കൊണ്ട് അവിടം വരെ വണ്ടി ചെന്നു. എൻ്റെ അറിവിൽ ഷാഹി സ്നാൻ്റെ ദിവസങ്ങളിൽ മാത്രമാണ് വണ്ടികൾക്ക് അവിടെ നിയന്ത്രണം ഏർപ്പാടാക്കിയിട്ടുള്ളൂ. കുംഭമേള ഗ്രൗണ്ടിലേക്ക് ചെറിയ വണ്ടികളും ഈ ഓട്ടോറിക്ഷകളും ധാരാളമായി പോകുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. ഷാഹി സ്നാൻ ദിവസങ്ങളിൽ ഇത് വളരെ നേരത്തെ തന്നെ, വളരെ അകലുന്നു തന്നെ ഇതെല്ലാം നിയന്ത്രിക്കുന്നു. പക്ഷേ മറ്റ് തിരക്കില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നടക്കാനും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും അത്രയധികം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഇല്ല. എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യ പൊതുവേ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വൃത്തിയുടെ കാര്യത്തിൽ വളരെയധികം വിഷമം തോന്നാറുണ്ടെങ്കിലും കുംഭമേള എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഇത്രയും വൃത്തിയും ഭംഗിയായിട്ടും അത് ക്രമീകരിച്ച് എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്വാമിമാർക്കും ശിബിരങ്ങളും, ഓരോ ശിബിരങ്ങളിലും ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ, ഫുൾ ടൈം വാട്ടർ, 24 hours വാട്ടർ സപ്ലൈ, ബാത്റൂം ഫെസിലിറ്റീസ്, ഹൈജീൻ വേണ്ട നടപടികൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാം വളരെ ഭംഗിയായി തന്നെ മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്കവിടെ മനസ്സിലായി. രാത്രി ഞങ്ങളവിടെ എത്തി. 12-13 ഡിഗ്രി തണുപ്പാണ്.
ഞങ്ങളുടെയൊക്കെ സ്വെറ്ററൊന്നും ഒട്ടും പോരാന്ന് തോന്നിയൊരു സന്ദർഭമായിരുന്നു അത്. ഞങ്ങൾ രാവിലെ അവിടെ എഴുന്നേറ്റ് ഞങ്ങൾ ത്രിവേണി സംഗമത്തിൽ പോയി കുളിച്ച് അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് രാത്രി സമയത്ത് ഞങ്ങൾ സ്വാമിയുടെ ബൈക്കിൽ ഈ കുംഭമേള ഭാഗങ്ങൾ മുഴുവൻ ടെൻറ്റ് സിറ്റി മുഴുവനെന്ന് പറയാൻ പറ്റില്ല, ഒരു 2 മണിക്കൂർ കൊണ്ട് ബൈക്കിൽ പോയി സഞ്ചരിക്കാവുന്ന ദൂരങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നു. കുംഭമേളയുടെ ആധ്യാത്മികമായ വശങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള കഴിവൊന്നും എനിക്കില്ല. എങ്കിലും നമ്മളുടെ മനസ്സ് നിറഞ്ഞൊരു അനുഭവം തന്നെയായിരുന്നു. ത്രിവേണി സംഗമത്തിൽ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും, അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കുട്ടികളെ ഇനിയിപ്പോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ഉള്ള സജ്ജീകരണങ്ങളുടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായി. ഈ ഒരു കുംഭമേള വളരെയധികം ഞാൻ എൻജോയ് ചെയ്തു. അതിനുള്ള ഭാഗ്യം, അതുകൂടാതെ ഒരുപാട് സ്വാമിമാരെ പരിചയപ്പെടാനും അവരുടെയൊക്കെ ശിബിരങ്ങൾ സന്ദർശിക്കാനും എനിക്ക് സാധിച്ചു. ഇനി എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് യൂട്യൂബ് വീഡിയോസിൽ കണ്ട പോലെ പാമ്പുകളെ കൊണ്ടും ഭയാനപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസൊന്നും ഇതിലൊന്നും അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള വേടായ അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായില്ല. പിന്നെ കൂടുതലും ആധ്യാത്മിക ആചാര്യന്മാരുടെ ശിബിരങ്ങളാണ് ഈ കുംഭമേള ഗ്രൗണ്ടുകളിൽ മുഴുവനുള്ളത് തന്നെ. അപ്പോൾ അവിടെ അതിലെ ഇവിടെയും നമുക്ക് കയറി കാണാനോ അവരെ ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ നാഗസ്വാമിമാരുടെ അവരുടെയൊന്നും വീഡിയോസ് എടുക്കാനോ ഞാനിതിൽ ശ്രമിച്ചിട്ടില്ല. എന്താണ് കുംഭമേള എന്നുള്ളൊരു എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഭാരതത്തിലെ ഇത്രയധികം ആചാര്യന്മാർ ഉണ്ട് എന്നത് എനിക്ക് അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് പരിചയമുള്ളവരും കണ്ടും കേട്ടു അറിഞ്ഞവർ വളരെ ചുരുക്കം മാത്രമാണ്. ഓരോ ശിബിരങ്ങളും അവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ, അവിടെ ഫുൾ ടൈം ഓരോ ആധ്യാത്മികമായ വിഷയങ്ങളിലെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ നേരവും ഭക്ഷണം നമുക്ക് ഒരിക്കലും കുംഭമേളയിൽ വന്ന് വിശന്നിരിക്കേണ്ട ഒരവസ്ഥയില്ല. കാരണം ഓരോ ആധ്യാത്മിക ആചാര്യന്മാരുടെയും ഓരോ ശിബിരങ്ങൾക്ക് വെളിയിലും എല്ലാ സമയത്തും ഭക്ഷണം അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നദാനം, അതും ഏറ്റവും ഹൈജീനിക്കായിട്ടും, ഒരു ഭക്ഷണം പോലും അവിടെ താഴെ വേസ്റ്റ് ആവാതെ അല്ലെങ്കിൽ കൊടുക്കുന്ന ഡിസ്പോസിബിൾ എല്ലാം എത്രത്തോളം വൃത്തി മെയിൻറ്റെയിൻ ചെയ്താണോ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്, ഒരാളും പട്ടിണിക്ക് ഇരിക്കേണ്ട ഒരവസ്ഥ അവിടെ ഇല്ല. അതും നമ്മൾ കഴിക്കാവുന്ന, നോർത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഓരോ ശിബിരങ്ങളിലും അവർ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈവൻ ചായ ആവട്ടെ, റസ്ക് ആവട്ടെ, ഭക്ഷണം കാശ് കൊടുത്തൊരു ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ നമുക്കവിടെ വന്നില്ല. അതുപോലെ എനിക്ക് സ്വാമിമാർക്കായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനുള്ളൊരവസരം അവിടെ കിട്ടി. ഇതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാനവിടെ കണക്കാക്കുന്നു. അവിടെ രുദ്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രമത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. ദിവസവും രുദ്രവും അഭിഷേകവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമാകാനുള്ള അവസരം എനിക്ക് കിട്ടി. ഓരോ ശിബിരങ്ങളിലും എന്താണ് ആധ്യാത്മികത അല്ലെങ്കിൽ ഇതിൻ്റെ മഹത്വങ്ങളും അതിന് മനസ്സിലാക്കിക്കാനുള്ള ക്ലാസ്സുകളും അവരുടെ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്തും നമ്മളുടെ പ്രാചീനമായ അല്ലെങ്കിൽ നമ്മളുടെ ഫോക്ക് ആർട്സ് ഓരോ ഇതിലും, അതായത് നമ്മുടെ യക്ഷഗാനങ്ങളും അതുപോലെയുള്ള നാടകങ്ങളും ഓരോ ശിബിരങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്തിപരമായ നാമജപം ഓരോ ശിബിരങ്ങളിൽ നിന്നും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വളരെ ഉയർന്ന ഒരു തലത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇത് വന്ന് കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതിനുള്ളൊരവസരം നമുക്ക് ഈ ഒരു ജന്മത്തിൽ കിട്ടിയത് മഹാഭാഗ്യം. കാണാൻ സാധിച്ചവർക്ക്, ഇല്ലെങ്കിൽ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോവുക, കാണുക എന്നാണ് ഞാൻ പറയുക. നമുക്ക് തിരക്കില്ല, ഷാഹി സ്നാൻ്റെ അല്ലാത്ത ദിവസങ്ങളിൽ പോയി ഇതെല്ലാം നമുക്ക് കണ്ടുവരാവുന്നതേ ഉള്ളൂ.
ബാക്കി ഈ വീഡിയോ ഞാൻ എല്ലാവരും കണ്ട് ആസ്വദിക്കുക.